കേരള രാഷ്ട്രീയത്തെയും പ്രത്യേകിച്ച് തലസ്ഥാന നഗരസഭയും വരും ദിവസങ്ങളിൽ ഉലയ്ക്കാൻ പോകുന്ന അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തിരുവനന്തപുരം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ആറ്റുനോറ്റ് കാത്തിരുന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJPക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. കോർപ്പറേഷനിലെ വാഴോട്ടുകോണം ഡിവിഷൻ BJP കൗൺസിലറായ ആർ സുഗതൻ അറസ്റ്റിലായതും അദ്ദേഹത്തിന് മേൽ കാപ്പ ചുമത്തി സെൻട്രൽ ജയിലിൽ അടച്ചതുമാണ് ഈ വലിയ പ്രതിസന്ധിയുടെ ഒന്നാമത്തെ കാരണം. നിസ്സാരമായ കുറ്റത്തിനൊന്നുമല്ല സുഗതനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലവും വധശ്രമ കേസും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് ജയിൽ മോചിതനായി പുറത്തു വരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതോടെ തലസ്ഥാന നഗരസഭയിൽ പ്രതിപക്ഷം വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഭരണപക്ഷത്തിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൗൺസിലർ സുഗതനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടും അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും BJP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഭരണകക്ഷിക്ക് കേവല ഭൂരിപക്ഷത്തിന്റെ നേരിയ പിന്തുണ മാത്രമാണുള്ളത്. അതായത് 50 അംഗങ്ങളുള്ള BJP ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടെയാണ് തലസ്ഥാനത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലറുടെ കുറവ് പോലും ഭരണത്തിന്റെ നിലനിൽപ്പിനെ തന്നെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെയാണ് സുഗതന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖവും വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. സുഗതൻ ഒരു ക്രിമിനൽ അല്ല എന്നും ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നും അയാൾ ഒരു സാധുവാണെന്നും ഒക്കെയുള്ള മട്ടിലാണ് മേയർ VV രാജേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ രീതിയിലൊക്കെ സംസാരിച്ചു പോയത്. തനിക്കറിയില്ല സുഗതൻ ക്രിമിനലാണെന്ന്, അങ്ങനെ വലിയ പശ്ചാത്തലമൊന്നുമില്ല, സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണെങ്കിൽ മേയറായ എന്നെ അറിയിക്കേണ്ട എന്നൊക്കെ ചോദിച്ച് VV രാജേഷ് വളരെ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ രാജേഷ് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും വെറും നുണകളാണെന്നുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുഗതനൊരു സാധുവായ ജനപ്രതിനിധി ഒന്നുമല്ല, മറിച്ച് ഒരു കൊടും ക്രിമിനലാണ്. ഒരുപാട് ക്രിമിനൽ കേസുകളാണ് സുഗതന്റെ പേരിൽ നിലവിലുള്ളത്. ഏറ്റവും ഒടുവിൽ വധശ്രമ കേസിൽ പ്രതിയായതോടെയാണ് പോലീസ് ഇയാൾക്കെതിരെ വല വീശുന്നത്. എന്ന് മാത്രമല്ല, ഒടുവിൽ വട്ടിയൂർക്കാവ് പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് പോലീസിനെ അങ്ങോട്ട് കയറി വിരട്ടാനും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കാനുമൊക്കെ ഇയാൾ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. പോലീസിനെ ആക്രമിക്കാൻ മുതിർന്നതിന് ഒരു കേസ് കൂടി ഇപ്പോൾ സുഗതന്റെ പെടലിക്ക് വന്നിട്ടുമുണ്ട്. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഒടുവിൽ വധശ്രമ കേസിലാണ് പോലീസ് പൊക്കിയിരിക്കുന്നത്. വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഇയാൾക്കെതിരെ അതീവ ഗുരുതരമായ കാപ്പ നിയമം ചുമത്തി സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇതാണ് സുഗതന്റെ യഥാർത്ഥ ക്രിമിനൽ പശ്ചാത്തലം. കോർപ്പറേഷൻ രേഖകൾ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തുന്നുവെന്ന് പാർട്ടി അവകാശപ്പെടുന്ന കൗൺസിലർ സുഗതൻ കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഏപ്രിൽ 27-നും മെയ് 12-നുമാണ് നഗരസഭയുടെ സുപ്രധാനമായ കൗൺസിൽ യോഗങ്ങൾ നടന്നത്. എന്നാൽ ഈ 2 യോഗങ്ങളിലും സുഗതന് പങ്കെടുക്കാൻ സാധിച്ചിട്ടുമില്ല. അദ്ദേഹം ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യാൻ പോയത് കൊണ്ടല്ല യോഗത്തിൽ വരാതിരുന്നത്, മറിച്ച് വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നതുകൊണ്ടാണ്. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പോലീസ് അദ്ദേഹത്തെ കണ്ടെത്തുകയും തുടർന്ന് അതീവ ഗുരുതരമായ കാപ്പ നിയമം ചുമത്തി സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്ത് ഇപ്പോഴാ അതായത് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് ജൂൺ മാസത്തിലെ 3ാമത്തെ കൗൺസിൽ യോഗമാണ്. നഗരസഭാ ചട്ടങ്ങൾ പ്രകാരം തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ ഒരംഗം പങ്കെടുക്കാതിരിക്കുകയും അതിനായി കൃത്യമായ അവധി അപേക്ഷ നൽകാതിരിക്കുകയും ചെയ്താൽ 4ാമത്തെ യോഗത്തിൽ ആ അംഗത്തെ അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് നഗരസഭയ്ക്ക് കടക്കാവുന്നതാണ്. കേരള മുനിസിപ്പൽ ആക്ട് 99A പ്രകാരമാണ് ഈ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് തൃക്കാക്കര നഗരസഭയിൽ ഇത്തരമൊരു അയോഗ്യതാ വിഷയം വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടത് നമ്മൾ കണ്ടതുമാണ്. മുൻകാലങ്ങളിൽ വിജയകരമായി പ്രയോഗിച്ചിട്ടുള്ള ഈ നിയമം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പാക്കാൻ പ്രതിപക്ഷം ഇപ്പോൾ സജീവമായി രംഗത്തുണ്ടാകുന്നുണ്ട്. സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതൻ ഇനി എങ്ങനെ അവധി അപേക്ഷ കൊടുക്കുമെന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. സെൻട്രൽ ജയിലിൽ ഇരുന്ന് അവധി അപേക്ഷ എഴുതാൻ പറ്റുകയില്ല. ഇതിനായി കോടതിയെ സമീപിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ സുഗതന്റെ ക്രിമിനൽ പശ്ചാത്തലം വളരെ മോശമായതുകൊണ്ടും വധശ്രമ കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ മുൻകാല കോടതി വിധികൾ പരിശോധിച്ചാൽ
കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതകളും കുറവാണ്. സുഗതൻ തുടർച്ചയായി കൗൺസിൽ യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം മുതലെടുക്കാൻ LDFും UDFും അടങ്ങുന്ന പ്രതിപക്ഷം പരമാവധി ശ്രമിക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ യോഗം നടന്നിട്ടില്ലാത്തതിനാൽ രണ്ടാമത്തെ ആഴ്ചയിൽ യോഗം വിളിക്കാൻ മേയർ നിർബന്ധിതനാകുകയും ചെയ്യും. പ്രതിപക്ഷത്തിരിക്കുന്ന ശബരിനാഥൻ ഇതിനോടകം തന്നെ മേയർ രാജേഷിനെ എത്രയും പെട്ടെന്ന് അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടുമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഈ നീക്കത്തോടെ മേയർ കുടുങ്ങിയിരിക്കുകയാണ്. യോഗം വിളിക്കാതിരിക്കാൻ മേയർക്ക് നിയമപരമായി കഴിയുകയുമില്ല. എന്നാൽ യോഗം വിളിച്ചാൽ സുഗതന്റെ അസാന്നിധ്യം ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും അത് അയോഗ്യത നടപടിയിലേക്ക് കാര്യങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യും. സുഗതനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി കൊടും കുറ്റവാളിയായി ജയിലിൽ കഴിയുന്നത് തലസ്ഥാന നഗരിക്ക് തന്നെ നാണക്കേടാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സുഗതനെ അയോഗ്യനാക്കുന്നതോടെ BJPയുടെ അംഗബലം 49ആയി ചുരുങ്ങുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് ഭരണപക്ഷം മാറുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തകർന്നു വീഴുകയും ചെയ്യുമെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷം തങ്ങളുടെ നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത്. എന്നാൽ ഈ കനത്ത രാഷ്ട്രീയ പ്രതിസന്ധിയുടെയും നിയമക്കുരുക്കളുടെയും നടുവിലും ഒട്ടും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് പറഞ്ഞത് തങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല എന്നാണ്. ഒരു കുഴപ്പവുമില്ലെന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുമാണ്, ഞങ്ങൾ ഇതെല്ലാം അതിജീവിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സുഗതനെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരിന്റെയും പോലീസിന്റെയും വേട്ടയാടലിന്റെ ഭാഗമാണെന്നുമാണ് BJP ക്യാമ്പ് വിശ്വസിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ BJPയുടെ കോട്ട നിലനിർത്തേണ്ടത് പാർട്ടിയുടെ സംസ്ഥാനത്തെ തന്നെ വലിയ മുന്നേറ്റങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹം അത് അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്ന് ഒരു ജനപ്രതിനിധിയെ രാത്രിയുടെ മറവിൽ വീട്ടിൽ കയറി ഭാര്യയുടെയും മകളുടെയും മുന്നിൽ തോക്ക് ചൂണ്ടി വലിച്ചിഴച്ച് കൊണ്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കള്ളക്കേസുകളും കാപ്പയും ചുമത്തി പാർട്ടിയുടെ ജനപ്രതിനിധികളെയും പ്രവർത്തകരെയും ഒതുക്കാൻ നോക്കിയാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൗൺസിലർ സുഗതനെ പാർട്ടി ഒറ്റയ്ക്കാക്കില്ല എന്നും എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ നിയമത്തിന്റെ വഴിയിലൂടെ സംരക്ഷിക്കുമെന്നും തലസ്ഥാനത്തെ നഗരസഭ ഭരണം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതും കടുത്ത ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതെന്താണെന്ന് കൂടി നമുക്കൊന്ന് കേട്ടുവരാം. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അത് സഖാവാണോ SHO ആണോ പോലീസിൽ ഒരു മാർക്സിസ്റ്റ് ആണോ, നിങ്ങൾ കൃത്യമായി എൻ്റെ മെസ്സേജ് പഠിച്ച് മനസ്സിലാക്കണം. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അത് നിയമപരമായി ചെയ്യും. വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് തല്ലിപ്പൊടിക്കുന്ന രീതി ഞങ്ങൾ ചെയ്യില്ല. ഒരു സന്ദേശവുമില്ല. ഇത് ഗിൽറ്റി വെൻ കൺവിക്റ്റഡ്, ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി. അതാണ് ഇന്ത്യന്റെ സംവിധാനം പറഞ്ഞത്. അത് ഞങ്ങൾ പാലിക്കുന്നു. CPMന്റെ കേസ്, CPMന്റെ പോലീസുകാരായിരുന്നു. ഇതിനെക്കുറിച്ച് പാർട്ടിന്റെ നിലപാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റും മേയറും കൗൺസിലർമാരെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം അല്ല അവർ പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടാണ്. ഇതിനെക്കുറിച്ച് ഇനി ഞാനൊരു വിവാദത്തിൽ കയറാനോ എന്നെ കയറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്, നടക്കില്ല. ഞങ്ങൾ ചെയ്യേണ്ടതല്ല, ഞങ്ങൾ ചെയ്യും എന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് SHOന് ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ സഖാമാർക്കും ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിക്കും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇത് പോളിറ്റിക്സ് ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് കളിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഈ വാക്കുകൾ BJP അണികൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന ഒരു പ്രവർത്തകനോ ജനപ്രതിനിധിക്കോ പ്രതിസന്ധി ഉണ്ടായാൽ സംസ്ഥാന നേതൃത്വം പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. നഗരസഭയിലെ ഭരണം നിലനിർത്താൻ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും സുഗതൻ ഉറപ്പാക്കാൻ ഉയർന്ന അഭിഭാഷകരുടെ പാനലിനെ തന്നെ ഇപ്പോൾ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ച് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവധി അപേക്ഷ സമർപ്പിക്കുന്നതിനോ ഉള്ള പ്രത്യേക അനുമതി നേടിയെടുക്കാനാണ് പാർട്ടിയുടെ അടുത്ത നീക്കം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമാകുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്.
ഒരു വശത്ത് സുഗതനെ അയോഗ്യനാക്കി ഭരണം താഴെയിറക്കാൻ പ്രതിപക്ഷം തന്ത്രങ്ങൾ മെനയുമ്പോൾ മറുവശത്ത് സംസ്ഥാന അധ്യക്ഷന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഭരണവും കൗൺസിലർ പദവിയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ BJPയും സർവ്വസന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. നിയമത്തിന്റെ വഴികളും രാഷ്ട്രീയ അടവുകളും ഒരേപോലെ പരീക്ഷിക്കപ്പെടുന്ന ഈ പോരാട്ടത്തിൽ തലസ്ഥാന നഗരസഭയുടെ ഭരണം ആരുടെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് കൂടിയാണ്.